ഹലോ, വെൽക്കം ടു സൂസ് പെപ്പർ ക്യാൻഡി. എല്ലാവരും സേഫായി സന്തോഷമായിട്ട് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു റെസിപ്പി വീഡിയോയോ അല്ലെങ്കിൽ ഒരു ട്രാവലോഗോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഒരു വീക്കിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അത് നമ്മുടെ ആ ഒരു വീക്കിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കഴിഞ്ഞ സാറ്റർഡേ ആണ്, ജാനുവരി 2. പക്ഷേ ഇതൊരു ഈവനിങ് വ്ളോഗായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ഒരു ഈവനിങ്ങിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാലും ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതെന്താണെന്ന് വെച്ചാൽ പൊറോട്ട നമ്മളെ ഫ്രോസൺ പൊറോട്ടയാണ്. സാധാരണ ഫ്രോസൺ ഫുഡ്സൊന്നും ഞാൻ അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല. എനിക്ക് അത്ര വലിയ ടേസ്റ്റി ആയിട്ട് തോന്നാറില്ല. മാത്രമല്ല പ്രിസർവേറ്റീവ്സൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഈ മലബാർ പൊറോട്ടയുടെ ഒരു പാക്കറ്റ് എനിക്ക് അവിചാരിതമായി എൻ്റെ കൈ കിട്ടിയതാണ് കേട്ടോ. ഞാനത് വാങ്ങിയതല്ല, പക്ഷേ ആദ്യത്തെ തവണ കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചൊന്ന് ചുട്ടെടുത്തു. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ടയില്ലേ, നല്ല അടിച്ച പൊറോട്ട, അതുപോലെ ഇത് നല്ല ഫ്ലേക്കി ആയിട്ട് കിട്ടും. നമ്മൾ ചുട്ടിട്ടൊന്ന് അടിക്കുക, കൈ കൊണ്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഫ്ലേക്കിയായി ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട കിട്ടും കേട്ടോ. സാധാരണ എനിക്ക് ഫ്രോസൺ പറാട്ടകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ളതല്ല. പക്ഷേ ഈ ഒരു പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാനിപ്പോൾ കുട്ടികൾ സൈക്കിളൊക്കെ ചവിട്ടി ക്ഷീണിച്ച് വന്ന് നമ്മൾ ചായയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്നുണ്ടാക്കി വിചാരിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഇതിന് കൂടെ ഞാൻ ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ കറി കുറച്ചുണ്ടായിരുന്നു, ബീഫ് കീമയുടെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ പറയാൻ കാരണം ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് നല്ലതെന്ന് തോന്നി. പിന്നെ പൊറോട്ട നമ്മുടെ എല്ലാ ഒരു വീക്ക്നെസ് ആണല്ലോ, എല്ലാ മലയാളികളുടെയും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ആ ഒരു ഫ്ലേക്കിനെസ്സൊക്കെ നമുക്ക് വീട്ടിലിരുന്ന ചൂടോടെ ഈ ഒരു തണുപ്പത്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് ഒരു ഫാമിലിയിലെ ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം. ഫ്രീ ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കളായാലോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആര് വേണമെങ്കിലും നമുക്കിത് ചെയ്ത് തീർക്കാനേ ഉള്ളൂ. പക്ഷേ ഒരാഴ്ചത്തേക്കുള്ള നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്നാൽ രാവിലെയുള്ള ആ ഒരു ബുദ്ധിമുട്ട്, അതായത് ഇത് അയൺ ചെയ്യാനായിട്ട് നമ്മൾ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാതെ എടുക്കാം. അപ്പോൾ നമുക്ക് ആ യൂണിഫോം എല്ലാം ഒന്ന് പെയർ ചെയ്ത് വെക്കുക. അതുകൂടാതെ ഷർട്ടും പാൻറ്റും ബെൽറ്റും അതിൻ്റെ ആക്സസറീസ് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക. ഓരോ ദിവസത്തെയും നമ്മൾ അയൺ ചെയ്ത് സെപ്പറേറ്റ് ആക്കി വെച്ചാൽ നമുക്ക് തന്നെ എളുപ്പമായിരിക്കും. പിന്നെ ചെറിയ കുട്ടികളുള്ള അമ്മമാരൊക്കെ ഉണ്ടല്ലോ, ഡേ കെയറിലൊക്കെ മക്കളെ വിടുന്ന അമ്മമാർ, വർക്കിംഗ് മദേഴ്സ്, അവരൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കുള്ള ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് നേരത്തെ തന്നെ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്കും എളുപ്പമായിരിക്കും. എൻ്റെ മക്കൾ ഓൺലൈൻ ക്ലാസ്സാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ യൂണിഫോം നിർബന്ധമാണ് കേട്ടോ. അതാണ് ഞാൻ എല്ലാ യൂണിഫോമും അയൺ ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ ഇത് ലിൻ റോളറാണ്. ഞാൻ ഐക്കയുടെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഒന്നാമത് വാഷിംഗ് മെഷീനിലാണ് ഡ്രസ്സെല്ലാം വാഷ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ തുണിയുടെ നൂല് പൊങ്ങി വരാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഈ ലിൻ റോളർ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഒരു പക്ഷേ നമുക്ക് സാറ്റർഡേ വൈകുന്നേരം, എല്ലാ സാറ്റർഡേയും വൈകുന്നേരമൊന്നും എനിക്കിത് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല കേട്ടോ. കാര്യം സാറ്റർഡേയ്സ് പൊതുവേ നമ്മൾ പുറത്ത് പോകുന്ന ദിവസമൊക്കെയാണ്, വീക്കെൻഡല്ലേ. അപ്പോൾ പുറത്ത് പോകലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ തിരിച്ച് വന്നിട്ട് എല്ലാ ഡ്രസ്സും അയൺ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. പക്ഷേ കഴിയുന്നതും തലേ ദിവസം പിറ്റേ ദിവസത്തേക്കുള്ള ഡ്രസ്സ് എന്തായാലും അയൺ ചെയ്ത് വെക്കാൻ തന്നെ നോക്കുക. അതുപോലെ എപ്പോഴും 5 ദിവസമൊക്കെയാണ് വർക്കിംഗ് ഡേ എങ്കിൽ ഒരു 6 പെയർ ഷർട്ടും പാൻറ്റും നമ്മൾ അയൺ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ചിലപ്പോൾ ബട്ടൺ അങ്ങനെ പൊട്ടിപ്പോയി അങ്ങനെ ചെയ്താൽ ആ നിമിഷം കിടന്ന് ഓടണ്ടല്ലോ. അപ്പോൾ ഒരു പെയർ എപ്പോഴും എക്സ്ട്രാ അയൺ ചെയ്ത് വെക്കുക കേട്ടോ. ലേഡീസിൻ്റെ ഡ്രസ്സാണെങ്കിൽ നമ്മൾ മാക്സിമം അതിന് പെയർ ചെയ്ത് തന്നെ വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ പെയർ ചെയ്ത് വെക്കുക. മാച്ചിങ് ഷോളും ആക്സസറീസ് എല്ലാം എടുത്ത് വെക്കുക. അപ്പോൾ പിന്നെ ലാസ്റ്റ് മിനിറ്റ് കിടന്ന് ഓടേണ്ടി വരില്ല. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. കിച്ചണിൽ നമുക്ക് ചെയ്ത് വെക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗ്രോസറി വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ടിന്നിലിട്ട് വയ്ക്കുക. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാവിലെ നമ്മൾ ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണോ തേയിലയുടെ ടിന്ന് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് തേയിലപ്പൊടിയില്ല. അപ്പോൾ പിന്നെ തേയിലയുടെ പാക്കറ്റ് പൊട്ടിച്ച് അത് ടിന്നിനകത്തൊക്കെ ഇട്ട് വരുന്ന ആ ഒരു സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ നേരത്തെ എല്ലാ പൊടികളും, മസാലകളായാലും തേയിലപ്പൊടിയായാലും മാവായാലും എല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നാൽ നല്ല എളുപ്പമായിരിക്കും. ഇതൊരു ടിപ്പാണ് കേട്ടോ, എൻ്റെ ഉമ്മയുടെ ടിപ്പാണ്. നമ്മൾ പെപ്സിയുടെ ബോട്ടിൽ ഞാൻ കട്ട് ചെയ്ത് അവിടെ എടുത്തേക്കുന്നത്. അത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോൾ നമ്മൾ തറയിലേക്ക് വീഴാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ഫണൽ പോലെ ആക്കിയിട്ടിരുന്നാൽ നല്ലതായിരിക്കും കേട്ടോ.
അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ നിങ്ങൾ നേരത്തെ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നാൽ നിങ്ങളുടെ ജോലി കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോ അതിനെപ്പറ്റിയുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് റെഫർ ചെയ്താലും മതിയാവും. പക്ഷേ എനിക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടൊരു കാര്യമാണ് മീൽ പ്ലാനിങ്. ഇത് ഞാൻ റഫായിട്ട് എഴുതിയൊരു മീൽ പ്ലാനറാണ്. ഇതിൽ ഞാൻ ഫ്രൈഡേ ആഫ്റ്റർനൂൺ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാര്യം അതിനുശേഷം ചിലപ്പോൾ നമ്മൾ പുറത്ത് പോവുകയൊക്കെ ചെയ്യുമോ, അല്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഫ്രൈഡേ സാറ്റർഡേ ഞാൻ പ്ലാൻ ചെയ്യാറുള്ളൂ. പക്ഷേ വീക്ക് ഡേയ്സിൽ ഞാൻ പ്ലാൻ ചെയ്തിപ്പോൾ വെക്കുന്ന കാരണം എനിക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുൻപ് പറഞ്ഞ പോലെ മീൽ പ്ലാനിങ്ങിൻ്റെ ഒരു വീഡിയോ ഉടനെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ എനിക്കൊരുപാട് യൂസ് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മൾ ചിലപ്പോൾ വൈകുന്നേരം ഓഫീസിൽ നിന്നൊക്കെ തകർന്ന് വരുന്ന സമയത്തായിരിക്കും കുട്ടികൾക്ക് വിശക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള സമയത്ത് നേരത്തെ എന്തെങ്കിലും കേക്കാണ് ഇവിടെ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടം. അത് കാരണം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ. ഇത് എൻ്റെ വെനില കേക്കിൻ്റെ അതേ റെസിപ്പിയാണ്. ഓയിലിന് പകരം ബട്ടറാണ് യൂസ് ചെയ്തതേ ഉള്ളൂ. റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് നോർമൽ വെനില കപ്പ് കേക്ക്സ് ആണ്. നമ്മൾ സാധാരണ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന ടൈമൊന്നും വേണ്ട. ചെറിയ കപ്പ് കേക്ക് ആയതുകൊണ്ട് പെട്ടെന്നൊരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ കേക്ക് റെഡിയാവും. ഇതൊരു സ്നാക്ക് ബാസ്ക്കറ്റാണ്. ഇതിൽ ഞാൻ സിപ്പർ ലോക്ക് കവർ വെച്ചിട്ടുണ്ട്. അപ്പം കുട്ടികൾ ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ചാലും അതിനകത്ത് തന്നെ ഇട്ട് വെച്ചാൽ തണുത്ത് പോവില്ല. ബിസ്ക്കറ്റ് സാധാരണ അതിൻ്റെ ക്രിസ്പിനെസ് പോയി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ എനിക്ക് എല്ലാ വീക്കെൻഡിലും ടൈം കിട്ടാറില്ല കേട്ടോ. അപ്പം കിട്ടുന്ന സമയം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ഏറ്റവും നല്ല മാർഗം. ഇനി നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് ജസ്റ്റ് മുമ്പുള്ള ആ ഒരു റഷ് ഒഴിവാക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാൻ നോക്കാം. എൻട്രിവേയിലാണ് ഞാൻ ഷൂറാക്കും സാനിറ്റൈസറും എല്ലാം സൂക്ഷിക്കുന്നത്. അപ്പം ഷൂറാക്കിനുള്ളിൽ ചെറിയൊരു ഡ്രോയറിലാണ് സോക്സും വെക്കാറുള്ളത്. സോക്സ് എപ്പോഴും പെയർ ചെയ്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഒരെണ്ണം ചിലപ്പോൾ മിസ്സായി പോകും എന്നുള്ളൊരു ചാൻസ് ഒഴിവാക്കാം. 2020 മുതൽ നമ്മുടെ ജീവിതചര്യയിലെ ഉൾപ്പെട്ടു പോയൊരു സാധനമാണ് സാനിറ്റൈസർ. അത് ചെറിയ ബോട്ടിലാക്കി നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് രാവിലെ അത് ഫില്ല് ചെയ്യുന്നതിൻ്റെ സമയം വെറുതെ നഷ്ടപ്പെടുത്തില്ല. അതുകൂടാതെ മാസ്കും ഗ്ലൗസും ഒക്കെ കൃത്യമായി നോക്കി വയ്ക്കുക ഒരാഴ്ചത്തേക്ക് ഉണ്ടോ എന്ന്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് ഒരു ടെൻഷൻ ഇല്ലാതെ പോകാൻ പറ്റും. അഡീഷണൽ മാസ്കും ഗ്ലൗസും എപ്പോഴും ബാഗിൽ കരുതാനും മറക്കണ്ട കേട്ടോ. നമ്മൾ ഷൂ പോളിഷ് ചെയ്യുക, സ്പെക്സും സൺഗ്ലാസസും ഒക്കെ ആ എൻട്രി വേയിൽ തന്നെ വെച്ചാൽ മറക്കില്ല. അതുപോലെ കാറിൻ്റെ കീസ് എല്ലാം സ്ഥിരമായിട്ട് ഒരിടത്ത് തന്നെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ള പാരൻസ് ആണെങ്കിൽ കുട്ടികളുടെ ടൈം ടേബിളും അസൈൻമെൻറ്റ്സും ഒക്കെ അവർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമ്മളൊന്ന് ഉറപ്പ് വരുത്തിയാൽ മതിയാവും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാം. അതല്ല 2ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ തന്നെ ചെയ്യുന്നുണ്ടെന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ ഗാഡ്ജറ്റ്സ്, മൊബൈൽസ്, ലാപ്ടോപ്സ് ഇതെല്ലാം ചാർജ് ഉണ്ടെന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തുക. ചാർജിൽ വെച്ചിരിക്കുന്ന മൊബൈലോ ലാപ്ടോപ്സോ ഒക്കെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഓഫ് ചെയ്തിട്ട് തന്നെ കിടക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്ത് വെക്കാം. ആ ആഴ്ചയിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റിമൈൻഡേഴ്സായിട്ട് മൊബൈലിൽ സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു ഡയറിയിലോ അതല്ലെങ്കിൽ ഒരു നോട്ട് പാഡിലോ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് അപ്കമിങ് ബർത്ത്ഡേസോ അതല്ലെങ്കിൽ യൂട്ടിലിറ്റി ബിൽ അടയ്ക്കാനുള്ളതോ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും അതിനകത്തൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക് നമ്മൾ മറക്കാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്കും ഫാമിലിക്കും വളരെ യൂസ്ഫുള്ളായി തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടിപ്സും ട്രിക്സും എല്ലാം എനിക്കും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.